ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു കമ്പനി ബിസിനസ് ചെയ്യുന്ന ആവശ്യത്തിനായി ആദ്യം പബ്ലിക്കിൽ നിന്നും ക്യാപിറ്റൽ റേസ് ചെയ്യണം. അതിനുവേണ്ടി പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. ഇങ്ങനെ പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ബിസിനസ് ആണ് കമ്പനി ചെയ്യാൻ പോകുന്നത്, എത്ര തുകയാണ് ബിസിനസ് ചെയ്യാൻ കമ്പനിക്ക് വേണ്ടത് മുതലായ കാര്യങ്ങൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം. ഗവൺമെന്റിന് ഈ കമ്പനി ഇന്ന ബിസിനസ് ചെയ്യാൻ പോകുന്നു, ഈ കമ്പനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഇത്ര തുക ആവശ്യമുണ്ട് എന്ന് ഗവൺമെന്റിന് ബോധ്യമായി കഴിഞ്ഞാൽ ആ നിശ്ചിത തുകയ്ക്കുള്ള സാങ്ഷൻ കമ്പനിക്ക് നൽകുന്നു. ഇങ്ങനെ ഒരു നിശ്ചിത തുക ബിസിനസ് ചെയ്യാനായി ഗവൺമെന്റ് കമ്പനിക്ക് നൽകുന്ന സാങ്ഷനെയാണ്, ആ നിശ്ചിത തുകയാണ് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അത്ര തുക വരെ മാത്രമേ പബ്ലിക്കിൽ നിന്നും ഷെയർ എന്ന രൂപത്തിൽ റേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തോട്ട് കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ എത്രയാണ് ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്നത് കമ്പനിക്ക് നിശ്ചയിക്കുക. അതിന് പ്രത്യേകിച്ച് ലീഗൽ ലിമിറ്റ് ഒന്നും തന്നെയില്ല. കമ്പനിയാണ് തീരുമാനിക്കുന്നത് ഇത്രയാണ് ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്നത്. അതിനപ്പുറത്തേക്ക് കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല. ഒരു കമ്പനി 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപയാണ് കമ്പനിയുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. ആ കമ്പനിക്ക് 10 ലക്ഷത്തിന് മുകളിലേക്ക് പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. 10 ലക്ഷം രൂപ റേസ് ചെയ്യാനുള്ള അധികാരം കമ്പനിക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ 10 ലക്ഷം രൂപയും കമ്പനി അപ്പോൾ തന്നെ റേസ് ചെയ്യുന്നില്ല. ആ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ് കമ്പനി പബ്ലിക്കിൽ നിന്നും ഷെയർ രൂപത്തിൽ റേസ് ചെയ്യുന്നത്. കമ്പനി ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റലിന്റെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഭാഗമാണ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് 10 രൂപ ഫേസ് വാല്യൂടെ 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ഓതറൈസേഷൻ ഗവൺമെന്റിൽ നിന്ന് കമ്പനിക്ക് കിട്ടി. പക്ഷേ കമ്പനി ഇപ്പോൾ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതായത് 8 ലക്ഷം രൂപ ഇപ്പോൾ കമ്പനിക്ക് ബിസിനസ് ചെയ്യാനായി ആവശ്യമുള്ളൂ. ആ തുകയാണ് കമ്പനിയുടെ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1 ലക്ഷം ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടിയതിൽ കമ്പനി 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. ബാക്കി വരുന്ന ഭാഗമാണ് അൺഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ മൈനസ് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ആണ് അൺഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 20,000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടില്ല. അതായത് 2 ലക്ഷം രൂപ റിമൈനിങ് പോർഷൻ ആണ്. ആ ഭാഗമാണ് കമ്പനിയുടെ അൺഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മുഴുവൻ ഷെയർസും പബ്ലിക് അപ്പോൾ തന്നെ വന്ന് ആവശ്യപ്പെടാൻ സാധ്യതയില്ല. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ പബ്ലിക് വന്ന് ആവശ്യപ്പെട്ട ഭാഗമാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് അത് ഇഷ്യൂ ചെയ്തതിന്റെ 90% പബ്ലിക് വന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ, അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ ലഭിച്ചാൽ മാത്രമേ കമ്പനിക്ക് പബ്ലിക്കിലേക്ക് ഷെയറുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ കേസിൽ നമ്മളിപ്പോ പറഞ്ഞ ഈ എക്സാമ്പിളില് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് വന്ന് ആവശ്യപ്പെട്ടാൽ മാത്രമേ കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് വന്ന് ആവശ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ആ ഭാഗമാണ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് വന്ന് ആവശ്യപ്പെട്ടത് 7,20,000 രൂപയാണ് കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് കമ്പനി ഇഷ്യൂ ചെയ്തു. പക്ഷേ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് വന്ന് ആവശ്യപ്പെട്ടുള്ളൂ. ബാക്കി വരുന്ന ഭാഗമാണ് അൺസബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഇഷ്യൂ ചെയ്ത ക്യാപിറ്റലിൽ പബ്ലിക് വന്ന് ആവശ്യപ്പെടാത്ത ഭാഗമാണ് അൺസബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. അതായത് അൺസബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ മൈനസ് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. ഇവിടെ നമ്മൾ കണ്ട എക്സാമ്പിളില് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 80,000 ഷെയർസ് ഇഷ്യൂ ചെയ്തതിൽ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് വന്ന് ആവശ്യപ്പെട്ടു. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 8,000 ഷെയർസ് ബാക്കി നിൽക്കുന്നു. അതാണ് അൺസബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റൽ. പബ്ലിക് വന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഷെയർ ക്യാപിറ്റലിൽ ഒരു നിശ്ചിത ഭാഗം കമ്പനി അടയ്ക്കാനായി കോൾ ചെയ്യുന്നു. അതാണ് കോൾസ് ഓൺ ഷെയർസ് എന്ന് പറയുന്നത്. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ട ശേഷം മാത്രമേ ക്ലാസ്സിലേക്ക് കടക്കുക.
ഇങ്ങനെ കമ്പനി അടയ്ക്കാനായി കോൾ ചെയ്യുമ്പോൾ ആ ഭാഗമാണ്, അതായത് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റലിൽ കമ്പനി അടയ്ക്കാനായി വിളിക്കുന്ന ഭാഗമാണ് കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിൽ 72,000 ഷെയർസിന്റെ 7 രൂപ അടയ്ക്കാനായി കമ്പനി കോൾ ചെയ്തു. അതാണ് കമ്പനിയുടെ കോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. ഇതില് ബാക്കി വരുന്ന ഭാഗമാണ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് സബ്സ്ക്രൈബ്ഡ് ഷെയർ ക്യാപിറ്റലിൽ കമ്പനി കോൾ ചെയ്യാനായി വിളിച്ച ഭാഗം, അതിൽ വരുന്ന റിമൈനിങ് പോർഷൻ ആണ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റലിന്റെ ബാക്കി വരുന്ന ഭാഗമാണ് അടയ്ക്കാനായി കോൾ ചെയ്തതിൽ ബാക്കി വരുന്ന ഭാഗമാണ് അൺകോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഇവിടെ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 72,000 ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതിൽ 7 രൂപ അടയ്ക്കാനായി കോൾ ചെയ്തു. ബാക്കി വരുന്ന 3 രൂപയാണ് അൺകോൾഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. കമ്പനി അടയ്ക്കാനായി കോൾ ചെയ്തപ്പോ അതിലെ മുഴുവൻ പേർക്കും അനിശ്ചിത തുക അടയ്ക്കാൻ സാധിക്കാവുന്നില്ല. അപ്പൊ അതില് അടയ്ക്കാനായി ഷെയർ ഹോൾഡേഴ്സ് അടയ്ക്കാത്ത ഭാഗമാണ് കോൾസ് ഇൻ അരിയേഴ്സ്. കോൾസ് ഇൻ അരിയേഴ്സ് എന്താണെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ വ്യക്തമായി കണ്ടിട്ടുണ്ട്. അത് കാണാത്തവർ അത് കണ്ട ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് കടക്കുക. അപ്പോ 2,000 ഷെയർസിന്റെ 2 രൂപ വീതം അടയ്ക്കുന്നതിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് വീഴ്ച വരുത്തിയെന്ന് വിചാരിക്കുക. ആ ഭാഗമാണ് കമ്പനിയുടെ കോൾസ് ഇൻ അരിയേഴ്സ്. അതായത് അടയ്ക്കാത്ത, കമ്പനി അടയ്ക്കാനായി കോൾ ചെയ്തിട്ടും അടയ്ക്കാത്ത ഭാഗം, അതാണ് കോൾസ് ഇൻ അരിയേഴ്സ്. ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റല് കമ്പനി അടയ്ക്കാനായി കോൾ ചെയ്തു, അത് കോൾഡ് അപ്പ് ക്യാപിറ്റല്. അതില് കുറച്ചുപേർ അടയ്ക്കാൻ വീഴ്ച വരുത്തി, അത് കോൾസ് ഇൻ അരിയേഴ്സ്. അതിൽ അടച്ച ഭാഗമാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. അതായത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ഇൻ അരിയേഴ്സ്. അതായത് കോൾ ചെയ്ത ക്യാപിറ്റലില് അടയ്ക്കാത്ത ഭാഗം കുറച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്നതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം, അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം കമ്പനി റിസർവിലേക്ക് മാറ്റിവെക്കുന്നു. അതായത് കമ്പനി ഏതെങ്കിലും തരത്തിൽ വൈൻഡ് അപ്പ് ആവുന്ന സമയത്ത് കമ്പനിയുടെ ഏതെങ്കിലും എമർജൻസീസ് മീറ്റ് ചെയ്യാനായി അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗം റിസർവിലേക്ക് മാറ്റുന്നതിന് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നു. റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നതും ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നതും രണ്ട് ടേംസ് ആണ്. റിസർവ് ക്യാപിറ്റൽ എന്നത് കമ്പനി വൈൻഡ് അപ്പ് ആവുന്ന സമയത്ത് എമർജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് മാറ്റിവെക്കുന്ന ഭാഗമാണ്. അതേസമയം ക്യാപിറ്റൽ റിസർവ് എന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നും കമ്പനി മാറ്റിവെക്കുന്ന ഭാഗമാണ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി കമ്പനി നീക്കിവെക്കുന്ന ഭാഗമാണ് ക്യാപിറ്റൽ റിസർവ്. അതായത് ലോങ് ടേം പ്രൊജക്ട്സ് റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി, അതായത് ക്യാപിറ്റൽ എക്സ്പെൻസുകളെ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി കമ്പനി മാറ്റിവെക്കുന്ന ഭാഗമാണ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്ന ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ക്യാപിറ്റൽ റിസർവിന് എക്സാമ്പിൾ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ എക്സാമ്പിൾസ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അറ്റ് എ ഹയർ പ്രൈസ്, റേഷ്യോ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്, പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ, ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. ഇതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കില്ല. ഇതൊക്കെ ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്. അതായത് അപ്രതീക്ഷിതമായി കിട്ടുന്ന ലാഭം, അതാണ് ക്യാപിറ്റൽ റിസർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ലാഭം, ഇത്തരത്തിലുള്ള ലാഭം ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റുന്നു. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ഇവ കാണിക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് എന്നത് ചില പ്രത്യേക ട്രാൻസാക്ഷനുകളിലൂടെ കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ റിസർവ്. ഇത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യമല്ല. അതേസമയം റിസർവ് ക്യാപിറ്റൽ എന്നത് അൺകോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഒരു ഭാഗമാണ്. അതായത് കമ്പനി ലിക്വിഡേഷനിലാവുന്ന സമയത്ത് കമ്പനിയുടെ എമർജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി മാറ്റിവെക്കുന്ന ഭാഗമാണ് റിസർവ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേസമയം റിസർവ് ക്യാപിറ്റൽ എന്നത് ഓതറൈസ് ഷെയർ ക്യാപിറ്റലിൽ നിന്നുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റിസർവ് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നു. അതേസമയം റിസർവ് ക്യാപിറ്റൽ എന്നത് ഒരിടത്തും കാണിക്കുന്നില്ല. ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യണമെന്ന് കമ്പൽസറി ആണ്. അതേസമയം റിസർവ് ക്യാപിറ്റൽ എന്നത് വോളണ്ടറി ആണ്, നിർബന്ധമില്ല. ക്യാപിറ്റൽ റിസർവ് ഫിക്റ്റീഷ്യസ് അസറ്റുകളെ റൈറ്റ് ഓഫ് ചെയ്യാൻ ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതേസമയം റിസർവ് ക്യാപിറ്റൽ എന്നത് കമ്പനിയുടെ വൈൻഡിംഗ് അപ്പ് സമയത്താണ് റിസർവ് ക്യാപിറ്റൽ ഉപയോഗിക്കാറുള്ളത്. ക്യാപിറ്റൽ റിസർവിന് എക്സാമ്പിൾ ആണ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് അറ്റ് എ ഹയർ പ്രൈസ്. അത് പ്രതീക്ഷിക്കാതെ കിട്ടിയ ലാഭമാണ്. റേഷ്യോ ഫോർഫിറ്റഡ് ഷെയർസ്, ക്യാൻസൽ ചെയ്ത ഷെയർസ് വീണ്ടും ഇഷ്യൂ ചെയ്തത്. പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്, ഫിക്സഡ് അസറ്റുകൾ റിവാലുവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോഫിറ്റ്. പ്രോഫിറ്റ് പ്രയോർ ടു ഇൻകോർപ്പറേഷൻ, ഇഷ്യൂ ഷെയർസ് അറ്റ് എ പ്രീമിയം. ഇതൊക്കെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഇത് ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുന്നത്.
ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് ഇവയെല്ലാം കാണിക്കുന്നത്. ഇത്രയുമാണ് ഷെയർ ക്യാപിറ്റൽ സംബന്ധിച്ച് ഓർക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.